അങ്ങ് എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട് അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് തരില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. അനീതിയാണ്, ഒരു നീതിബോധം. പറയാം, ഒന്ന് ഭരണപക്ഷത്തെ ആളുകൾ ഇരുന്നപ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ അവർ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട LOPയോട് എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങയുടെ ടീമിന് ഓർഡർ ആക്കണം പ്ലീസ്. ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മന്ത്രിമാർക്ക് അങ്ങ് മൈക്ക് കൊടുത്തു. രണ്ട് നീതി പാടില്ല എന്ന് ഞാൻ അങ്ങേ ഓർപ്പിച്ചാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാർ, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നു. ഇതിന് വലിയ ഡിലേ വന്നിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ലാക്സിറ്റി in the investigation during the period between 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. Sir, കോടതി അതിശക്തമായി അന്വേഷണത്തിൽ SIT ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത്. സർ, ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക.